സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 82-ാമത്തെ ഭാഗം, ചതുർത്ഥ സ്കന്ധം ആണ് നമ്മൾ കഴിഞ്ഞ ഭാഗം വിവരിച്ചിരുന്നത്. അതിൽ 20-ാമത്തെ അധ്യായമായിരുന്നു. അതായത് പൃഥു ചക്രവർത്തിയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. 100 അശ്വമേധ യാഗങ്ങൾ നടത്തി പൃഥു ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഭഗവാനോടുള്ള അദമ്യമായ ഭക്തി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഒരു കാര്യവും സാധിക്കാനില്ലാതെ, ഒരു വരങ്ങളും ആവശ്യപ്പെടാനില്ലാതെ 100 അശ്വമേധ യാഗങ്ങൾ നടത്തി പൃഥു ചക്രവർത്തി പരിപൂർണമായ തൻ്റെ ആത്മസമർപ്പണം ഭഗവാന്റെ മുന്നിൽ നടത്തുകയാണ്. എന്നാൽ ദേവേന്ദ്രൻ ഇതിൽ കലി പൂണ്ടിട്ട് 100 അശ്വമേധ യാഗം നടത്തി വിജയിക്കുന്ന ആളാണ് അടുത്ത ദേവേന്ദ്ര പദവി സ്വീകരിക്കുന്ന ആൾ. അതിൽ മനംതൊന്ത് ദേവേന്ദ്രൻ പല പ്രകാരത്തിലും പല രൂപത്തിലും ആ അശ്വത്തെ തട്ടിയെടുത്തുകൊണ്ട് മായാവിയായി മറയുന്നു. അപ്പോൾ പൃഥു ചക്രവർത്തിയുടെ മകൻ മഹർഷിമാരുടെ സഹായത്തോടെ ഈ അശ്വത്തെ വീണ്ടെടുത്ത് വരുന്നു. അവസാനം ഈ 100-ാമത്തെ അശ്വമേധ യാഗം നടത്തേണ്ട, അത് അങ്ങനെ തന്നെ പൂർണ്ണമായി ഇരിക്കട്ടെ. അപ്പോൾ അങ്ങക്ക് പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ ഒന്നും ഇല്ലല്ലോ, അതിനുവേണ്ടി ഭഗവാനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയല്ലേ. അപ്പോൾ അതിനുവേണ്ടി ആ 99 അശ്വമേധ യാഗങ്ങൾ പൂർത്തീകരിച്ചു. 100-ാമത്തേത് നടന്നു. അപ്പോൾ അതിന് ഇനിയും ദേവേന്ദ്രനോട് ഒരു ശത്രുത്വം വെച്ച് മുന്നോട്ട് പോകണ്ട, അങ്ങയുടെ മനസ്സിൽ പൂർണ്ണമായ ഭഗവത് ഭക്തി നിറയട്ടെ എന്ന് ഗുരുക്കന്മാർ ഉപദേശിച്ച പ്രകാരം അദ്ദേഹം വീണ്ടും ആ യാഗത്തെ പരിപൂർണമാക്കുകയാണ്. അങ്ങനെ 100-ാമത്തെ അശ്വമേധ യാഗത്തിൽ ഭഗവാൻ ശ്രീഹരി വിഷ്ണു പ്രത്യക്ഷപ്പെടുകയും സന്തോഷത്തോടുകൂടി പൃഥുവിനോട് താൻ പൃഥുവിനെ അനുഗ്രഹിക്കുവാനായി വന്നതും അതിനോടൊപ്പം ഭഗവാനോടൊപ്പം യജ്ഞത്തിൻ്റെ അംശവാഹകനായ ആ ഇന്ദ്രനും സന്നദ്ധനായി എല്ലാ ദേവീദേവന്മാരും ആ യജ്ഞശാലയിൽ ഭഗവാനെ പൂജിക്കുവാനായി, ഭഗവാനെ നേരിൽ കാണാനായി എത്തുന്നു പൃഥുവിനോടൊപ്പം തന്നെ. അങ്ങനെ ആ മഹാസദസ്, ദേവലോകവും ഭൂലോകവും എല്ലാ ലോകങ്ങളും ഒന്നിച്ച് പൃഥു ചക്രവർത്തിയുടെ ആ യാഗശാലയിൽ, സരസ്വതി നദിയുടെ തീരത്ത് നടക്കുന്ന ആ യാഗശാലയിൽ സർവചരാചരങ്ങളിലും അന്തര്യാമിയായി പ്രവർത്തിക്കുന്ന ഭഗവാനും ഭഗവാന്റെ എല്ലാ ദേവീ ദേവതാ അംശങ്ങളും യക്ഷ കിന്നര ഗന്ധർവ അപ്സരസ്സുകളും സർവരും അവിടെ സന്നിഹിതരാകുകയാണ്. ഭഗവാൻ പൃഥുവിനെ അനുഗ്രഹിക്കുകയാണ്, ധാരാളം ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അത് ഭഗവാൻ തുടരുകയാണ്. തന്നേക്കാൾ ശ്രേഷ്ഠരെയും തുല്യരെയും താണവരെയും സമമായി കാണുവാനായി, സുഖത്തിലും ദുഃഖത്തിലും ക്ഷോഭിക്കാത്ത മനസ്സോടു കൂടിയവനായി, ഈശ്വരനായി, എന്നാൽ നിശ്ചയിക്കപ്പെട്ട മന്ത്രിമാരോടും പരിവാരങ്ങളോടും കൂടിയവനായി, പ്രജാപരിപാലനമാകുന്ന സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ആ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള രാജാവായി അങ്ങ് ജീവിക്കുക, അങ്ങ് മാറട്ടെ. പ്രജകളുടെ പുണ്യത്തിൽ 1/6 അവരെ ധാർമ്മികമാക്കി തീർക്കുന്ന രാജാവിന് കിട്ടും. പ്രജകളെ പരിപാലിക്കാതെ നികുതി വാങ്ങുന്ന രാജാവിൻ്റെ പുണ്യം ക്ഷയിക്കുകയും ചെയ്യും. പ്രജകളുടെ പാപം അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. അതിനാൽ അങ്ങ് ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ധർമ്മത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, അർത്ഥകാമങ്ങളെ അനുഭവിച്ചുകൊണ്ട് സ്വധർമ്മമാകുന്ന പ്രജാപരിപാലനം ചെയ്യൂ. അങ്ങനെ കുറച്ചു കാലം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചാൽ അങ്ങക്ക് വേണ്ടത്ര മനഃശുദ്ധി ഉണ്ടാകുന്നു. അപ്പോൾ ആത്മോപദേശം ചെയ്യാൻ 4 സിദ്ധന്മാർ അങ്ങയുടെ സമീപത്തേക്ക് വരും. അങ്ങ് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒരു വരം സ്വീകരിക്കണം. ഞാൻ അങ്ങയുടെ സ്വഭാവ ഗുണത്തിൽ വശീകൃതനായിരിക്കുന്നു. എന്നെ യാഗം, തപസ്, യോഗം ഇവ കൊണ്ടൊന്നും എളുപ്പത്തിൽ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. എല്ലാറ്റിനെയും
സമഭാവത്തോടെ കാണുന്നവരുടെ ചിത്തത്തിൽ മാത്രം പ്രകാശിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് അങ്ങയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എന്നിൽ നിന്ന് അങ്ങൊരു വരം സ്വീകരിച്ചാലേ എനിക്കിനിയും തിരികെ പോകാൻ കഴിയൂ എന്ന് വിഷ്ണു ഭഗവാൻ പൃഥു ചക്രവർത്തിയോട് ആവശ്യപ്പെടുകയാണ്. ഈ പൃഥു ഭഗവാന്റെ തന്നെ ഒരു അംശം തന്നെയാണ്. ലോകഗുരുവായ ഭഗവാൻ അരുളി ചെയ്തതിനെ പൃഥു തലകുനിച്ച് സ്വീകരിച്ചു. താൻ ചെയ്ത അപരാധത്തിൽ ലജ്ജിതനായ ഇന്ദ്രൻ പൃഥുവിൻ്റെ കാൽക്കൽ നമസ്കരിച്ചു. അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പൃഥു ആലിംഗനം ചെയ്തു. പൃഥു ചക്രവർത്തി പല പൂജാദ്രവ്യങ്ങളും അർപ്പിച്ച് അത്യന്തം ഭക്തിയോടെ ഭഗവാന്റെ കാൽക്കൽ ദണ്ഡനമസ്കാരം ചെയ്തു. വിശ്വാത്മാവായ ഭഗവാൻ തിരിച്ചെഴുന്നള്ളാൻ ഒരുങ്ങിയെങ്കിലും പൃഥുവിനെ അനുഗ്രഹിച്ചിട്ട് വേണം അദ്ദേഹത്തിന് പോകുവാൻ. ഭഗവാന്റെ മുന്നിൽ തൊഴുകൈകളോടെ നിന്നിരുന്ന പൃഥുവിനോട് പൃഥുവിൻ്റെ ആ ഭക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുകയാണ്. അതിനാൽ ഭഗവാനെ വ്യക്തമായി കാണുവാനൊന്നും പൃഥുവിന് കഴിഞ്ഞില്ല. സ്തുതിക്കാൻ ശ്രമിക്കുമ്പോൾ തൊണ്ട ഇടറിയതിനാൽ വാക്കുകളൊന്നും പുറത്തു വന്നതുമില്ല. കുറേ നേരം അങ്ങനെ കഴിഞ്ഞു. പിന്നീട് കണ്ണുനീർ തുടച്ച് പൃഥു ഭഗവാനെ നോക്കി. ഭഗവാനെ കണ്ടിട്ട് കണ്ണുകൾക്ക് തൃപ്തി വരുന്നില്ല. തൃക്കാലുകൾ രണ്ടും ഭൂമിയിലൂന്നി ഇടത് കൈ ഗരുഡൻ്റെ പുറത്ത് വെച്ച് വലത് കൈ ഉയർത്തി തന്നെ അനുഗ്രഹിച്ച് നിൽക്കുന്ന ഭഗവാനെ പൃഥു മഹാരാജാവ് ഒരുപാട് സ്തുതിച്ചു. നിന്തിരുവടിയെ ഭജിക്കുന്ന എന്നോട് വരം വരിക്കുവാൻ ആവശ്യപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട്. അല്ലയോ ഭഗവാനെ, വരം വാങ്ങുക എന്നാൽ ഇതേവരെ അങ്ങയെ ഭജിച്ചതിന് പ്രതിഫലം വാങ്ങി പിരിഞ്ഞു പോവുക എന്നല്ലേ അർത്ഥം? അങ്ങനെ എന്തെങ്കിലും പ്രതിഫലം സ്വീകരിച്ച് പിരിഞ്ഞു പോകുന്ന ഭക്തനല്ല ഞാൻ. എനിക്ക് അങ്ങയെയാണ് ആവശ്യം. ഭഗവാന് പകരം കിട്ടുന്ന എന്തെങ്കിലും കൊണ്ട് തൃപ്തി വരുന്നവനല്ല ഞാൻ. വരം വരിക്കൂ എന്ന അവിടുത്തെ വാക്ക് ഏതൊരുവനെയും മയക്കുന്നതാണ്. അങ്ങയുടെ വേദവാക്യങ്ങളിൽ മയങ്ങിയതുകൊണ്ടല്ലേ മിക്കവരും വൈദിക കർമ്മങ്ങളിൽ മുഴുകി ജീവിക്കുന്നത്? ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അങ്ങയുടെ മായ കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടവരാണ്. അതാണ് സത്യസ്വരൂപനായ അങ്ങയിൽ നിന്ന് മിഥ്യാരൂപങ്ങളായ പ്രപഞ്ച പദാർത്ഥങ്ങളെ വരമായി വരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടിക്ക് നല്ലതെന്താണോ അതിനെ അച്ഛൻ തിരഞ്ഞെടുത്ത് കൊടുക്കാറില്ലേ? യുടെ മുൻപിൽ ശ്രേയസ് എന്തെന്നറിയാതെ നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് ഞാൻ. എന്ത് കിട്ടിയാലാണോ എനിക്ക് ശ്രേയസ് ഉണ്ടാവുക അതിനെ അവിടുന്ന് തന്നെ നിശ്ചയിച്ചു വരമായി തന്നരുളിയാലും. ഇങ്ങനെയുള്ള വരം ചോദിക്കൽ കേട്ട് ഭഗവാന് സന്തോഷമായി. അങ്ങയ്ക്ക് എന്നിൽ ഭക്തി ഉണ്ടാവട്ടെ. ഭാഗ്യം കൊണ്ടാണ് അങ്ങയ്ക്ക് ഇത്രയും ഉറച്ച വൈരാഗ്യമുണ്ടായത്. ഞാൻ പറഞ്ഞ പ്രകാരം കുറച്ചു കാലം പ്രജാപരിപാലനമാകുന്ന ധർമ്മം ആചരിക്കൂ. ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ പോകാൻ തയ്യാറായി. ദേവന്മാർ, ഋഷികൾ, പിതൃക്കൾ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാർ, നാഗങ്ങൾ, കിന്നരന്മാർ, അപ്സരസുകൾ, മനുഷ്യർ, പക്ഷികൾ, ഭൂതഗണങ്ങൾ, വിഷ്ണു പാർഷദന്മാർ ഇവരെയെല്ലാം യജ്ഞേശ്വരനായ ഭഗവാനായി കണ്ടുകൊണ്ട് പൃഥു പൂജിച്ച് സൽക്കരിച്ചു. അവരെല്ലാം ഭഗവാനോടൊന്നിച്ചു പോകുവാൻ ഒരുങ്ങി. ഉപാധ്യായന്മാരോടുകൂടി നിൽക്കുന്ന ആ പൃഥുവിൻ്റെ മനസ്സിനെ അപഹരിക്കുവാനായി ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് തിരിച്ചെഴുന്നള്ളി. ഭഗവാൻ മറഞ്ഞ ദിക്കുനോക്കി നമസ്കരിച്ച് പൃഥു സ്വന്തം രാജധാനിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോഴതായിരുന്നു പൃഥുവിൻ്റെ 100 അശ്വമേധ യാഗത്തിൻ്റെ അവസാനത്തെ ആ പൂർണ്ണമായ ഫലവും അനുഗ്രഹവും എല്ലാം.